കാത്തു നിൽക്കുന്നേ ഞാൻ യേശുവേ നിന്നാളിനായി നിൻ വരവിൻ ഭാഗ്യമോർത്താൽ ആനന്ദം എന്താനന്ദം കാത്തു കാത്തു നിൽക്കുന്നേ ഞാൻ യേശുവേ നിന്നാളിനായി നിൻ വരവിൻ ഭാഗ്യമോർത്താൽ ആനന്ദം എന്താനന്ദം ലക്ഷ്യമെല്ലാം കാണും നേരം മൽപ്രിയ മണവാളനേ ലക്ഷ്യമെല്ലാം കാണും നേരം മൽപ്രിയ മണവാളനേ എന്നുമേ വന്നിടും പൊന്മുഖം എന്നുമേ വന്നിടുമോ പൊന്മുഖം Hebrews chapter 11, verse 7. 7. By faith, Noah, being warned of God about things not yet seen, moved with godly fear, prepared an ark to save his household. By it, he condemned the world and became heir of the righteousness which is by faith. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അകപ്പാടുണ്ടായിട്ട് ഭയഭക്തിപൂണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ച് വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായിരുന്നു. Here we saw Noah. ഇവിടെ നമുക്ക് നോഹയെ കാണാനായിട്ട് കഴിയും. Verse says, by faith Noah, ഇവിടെ വചനം പറയാണ് വിശ്വാസത്താൽ നോഹ being warned of God about things not yet seen, അതുവരെ കാണാത്തവയെ കുറിച്ച് കണ്ടിട്ട് moved with godly fear, ദൈവഭക്തിയോടുകൂടെ അവൻ മുമ്പോട്ട് പോകാനിടയായി. prepared an ark to save his household. അവൻ തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം അവൻ തീർന്നു. So when you have a faith, ഒരുപക്ഷെ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരിക്കാം. Noah received his refuge from God. നോഹ വിശ്വാസത്തോടെ അവൻ ആയതുകൊണ്ട് അവർക്ക് എന്ത് കിട്ടി? റെഫ്യൂജ്, അടക്കലം. ദൈവം അവനെ സംരക്ഷിച്ചു. അവനും അവന്റെ വീട്ടുകാർ മാത്രമേ ആ കർത്താവ് പറഞ്ഞ് വിശ്വാസം ചെയ്തപ്പോൾ ആ പെട്ടകത്തിൽ കയറുവാൻ ഇടയായി. Because the word says he never seen. Noah never seen. അവിടെ വചനം പറയാണ് അവൻ കണ്ടിട്ടല്ല. But God said to him, he believed. ദൈവം അവനോട് എന്ത് പറഞ്ഞു അത് അവൻ വിശ്വസിച്ചു. Because on those days the rain has not seen anyone. ആ കാലഘട്ടത്തിൽ മഴ ആരും തന്നെ കാണാത്ത ഒരു കാലഘട്ടം. God also never rained on those days. ആ ദിവസങ്ങളിൽ മഴ ഭൂമിയിൽ പെയ്യാത്ത ഒരു കാലഘട്ടം. But God came to Noah and said, ദൈവം നോഹയോട് പറയാണ്, I am going to pour the rain in this earth ഞാൻ ഈ ഭൂമിയിൽ മഴ പെയ്യിക്കുവാനായിട്ട് പോവുകയാണ്. and destroy all the mankind. എല്ലാ മനുഷ്യന്റെ മേലും. But you should prepare an ark for that. എന്നാൽ നീ നിനക്കായിട്ട് ഒരു പെട്ടകം തീർക്കണം. He never seen anything, but he believed what God has said to him. എന്നാൽ ദൈവം പറഞ്ഞ ഈ കാര്യങ്ങളൊന്നും നോഹ നേരത്തെ കണ്ടതല്ല. എന്നാൽ ദൈവത്തിന്റെ വാക്ക് നോഹ വിശ്വസിക്കാനിടയായി. So he prepared an ark. അതുകൊണ്ട് തന്നെ നോഹ ഒരു പെട്ടകം തീർത്തു. Because the Bible scholars said the ark was taken to build around 100 to 120 years. വേറെ പണ്ഡിതന്മാർ അത് ഇപ്രകാരമാണ് പറയുന്നത്, ആ പെട്ടകം പണിതെടുക്കാനായി 100 മുതൽ 120 വർഷം വരെ ആ പെട്ടകം പണിയാതെ എടുത്തുകൊണ്ടാണ് വേറെ പണ്ഡിതന്മാർ പറയുന്നത്. It is not an easy job. അത് വളരെ ലഘുവായ ഒരു ജോലിയായിരുന്നില്ല. Because on those days any person had not seen rain. കാരണം ആ കാലഘട്ടങ്ങളിൽ ആരും തന്നെ മഴയെ കണ്ടിരുന്നവരല്ല. And also he should build an ark. എന്നാൽ നോഹ പെട്ടകം പണിതു. He should build an ark. നോഹ പെട്ടകം പണിതു. He should build an ark. പെട്ടകം പണിയണം. He should build an ark. ആ പെട്ടകം പണിയണം, പണിഞ്ഞിട്ടില്ല. It is take almost 100 and 120 years to build an ark. ആ പെട്ടകം പണിതെടുക്കാൻ ഏകദേശം 100 മുതൽ 120 വർഷം വരെ എടുത്തു. Because the God said you should build an ark with a copper wood. നീ ഗോഫർ മരത്തിന്റെ തടി കൊണ്ട് നീ ആ പെട്ടകം പണിയണം. It is not an easy job. You should cut the tree
and to prepare ark. ആ മരം അങ്ങനെ ഒരു മരം എടുത്ത് അങ്ങനെ പെട്ടെന്ന് പണിയുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള ഒരു ജോലി ആയിരുന്നില്ല. See, the Noah's believed and taken action, എന്നാൽ നോഹ ദൈവത്തിന്റെ വാക്കിനെ വിശ്വസിച്ചു, അതിനു വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പ് എടുക്കുവാൻ തയ്യാറായി. and also the family members, his wife, his sons, and daughters all cooperate with him. എന്നാൽ നോഹയും നോഹയുടെ ഭാര്യയും മക്കളും മരുമക്കളും എല്ലാം അതുമായിട്ട് നോഹയോടൊപ്പം അതിന് സഹകരിക്കാനിടയായി. Only the family, Noah's family was building the ark. എന്നാൽ നോഹയുടെ ആ കുടുംബം മാത്രം ആ പെട്ടകം Only. പണിതു. But when they're preparing the ark, the surroundings, the peoples, how much they criticize them. ഒരുപക്ഷെ ആ പെട്ടെന്ന് നോഹയും കുടുംബവും പണിയുമ്പോൾ അതിന് ചുറ്റുപാടുമുള്ള അനേക നോഹയെ നോക്കി ഒരുപാട് വിമർശനങ്ങൾ നടത്തിയിരിക്കാം. But he never heed the people's voice. എന്നാൽ നോഹ ഒരിക്കലും ആ ആളുകളുടെ വാക്കുകളെ അല്ല ശ്രദ്ധിച്ചിരുന്നത്. He believed what God has spoken to him. നോഹ ശ്രദ്ധിച്ച ദൈവം തന്നോട് എന്ത് പറഞ്ഞോ അത് വിശ്വസിച്ചു. It taken years to build the ark. ആ പെട്ടെന്ന് പണിതെടുക്കാൻ വർഷങ്ങൾ നോഹയ്ക്ക് എടുക്കേണ്ടി വന്നു. Still, he was faithful to God. എന്നാൽ ദൈവത്തോട് അവൻ വിശ്വസ്തയോടെ ആ വർഷങ്ങൾ കഴിച്ചു. What God has spoken to him, he waited for that. He done everything what has God told him. ദൈവം എങ്ങനെ നോഹയോട് പറഞ്ഞു അതുപോലെ തന്നെ ചെയ്തെടുക്കുവാൻ നോഹ അതിനായിട്ട് ഒരുങ്ങിയിരുന്നു. Because the word says Noah walked with God. കാരണം ദൈവവചനം ഇങ്ങനെയാണ് പറയുന്നത്, നോഹ ദൈവത്തോടൊപ്പം നടന്നു. Because he was a righteous man, and also he's a blameless in his time. അവൻ നീതിമാനായ ഒരു മനുഷ്യനായിരുന്നു. അവൻ ഈ കുറ്റം പറയുവാനായിട്ട് ഒന്നും ഉണ്ടായിരുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല. So Noah walked with God. നോഹ ദൈവത്തോടൊപ്പം നടന്നു. What I'm trying to say is, ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം, see, the Noah was walking with God, so God came and told that things to happen very soon. നോഹ ദൈവത്തോട് കൂടെ നടന്നതുകൊണ്ട് തന്നെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ദൈവം നോഹയെ അറിയിക്കുവാനായി. Even though the evil generation was living there, ആ ദുഷ്ടജനം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും he was different from the generations. ആ തലമുറയിൽ അവൻ വ്യത്യസ്തപ്പെട്ടവനായിട്ട് അവൻ ജീവിക്കാനിടയായി. Because the word says he was blameless in his time. അവന്റെ കാലഘട്ടത്തിൽ അവൻ നിഷ്കളങ്കം കുറ്റമില്ലാത്തവനായി അവൻ He ജീവിക്കാനിടയായി. walked with God. അവൻ ദൈവത്തോടൊപ്പം നടന്നു. He's a righteous ഒരു person. നീതിമാനായ വ്യക്തിയായി അവൻ ദൈവത്തോടൊപ്പം നടന്നു. Because of that, God gave him a work over there. അതുകൊണ്ട് തന്നെ ദൈവം അവന് ദൈവത്തിന്റെ ഒരു പദ്ധതി നിറവേറ്റുവാനായിട്ട് This is not an easy job, it's a tough job. It takes 120 years to finish the work. ഇത് വളരെ നിഷ്പ്രയാസം ചെയ്തെടുക്കാവുന്ന ഒരു ജോലിയല്ല, കഠിനമായ ജോലിയായിരുന്നു. 100-120 വർഷം കഴിയും ഇതിനെ ചെയ്തെടുക്കേണ്ട ഒരു ജോലിയായിരുന്നു. So let me ask one thing. ഞാൻ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കാം. We are a righteous person. നമ്മൾ നീതിമാനാണ്, നീതിമാന്മാരായ വ്യക്തികളാണ്. The word says like Noah, he was a blameless in his time. നോഹയെ കുറിച്ച് ഇങ്ങനെ അവൻ കുറ്റമറ്റവനായിരുന്നു. Are we blameless in the God's sight? നമ്മൾ ദൈവത്തിന്റെ കാട്ടിൽ നമ്മൾ കുറ്റമില്ലാത്തവരാണോ? We can say I'm a blameless man. We can say like that. ഞാൻ കുറ്റമില്ലാത്തവനാണ് എന്ന് നമുക്ക് പറയാനായിട്ട് നമ്മളെ കുറിച്ച് കഴിയുമോ? So God gave certificate to Noah. He was a blameless in his time. അവൻ കുറ്റമില്ലാത്തവൻ എന്ന് ദൈവം അവനെ കുറിച്ച് സർട്ടിഫൈ ചെയ്യുന്നു. How? എങ്ങനെ? Noah walked with God. കാരണം ദൈവത്തോടൊപ്പം അവൻ നടന്നു. See, നമുക്ക് ദൈവത്തിന്റെ വചനം ഉണ്ടായിട്ടോ നമുക്ക് ദൈവത്തോട് നടക്കാൻ കഴിയുന്നില്ല. നമുക്ക് സൊല്യൂഷൻ ഉണ്ട്, നമുക്ക് എല്ലാ ഉത്തരവും ഇവിടെ ഉണ്ട്, ഇതിലുണ്ട്. പക്ഷെ നമുക്ക് ദൈവത്തോട് നടക്കാൻ നമുക്ക് ഇന്നും കഴിയുന്നില്ല. ഇതൊന്നുമില്ലാത്ത കാലത്ത് നിഷ്കളങ്കമായി ദൈവസന്നിധി ജീവിച്ച വ്യക്തികളാണ്. So God is expecting you and I to walk with God. ഞാൻ നിങ്ങൾ ദൈവത്തോടൊപ്പം നടക്കണം. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. By faith only we can walk with God. വിശ്വാസം മാത്രമേ നമുക്ക് ദൈവത്തോടൊപ്പം നടക്കുവാൻ കഴിയൂ. We have faith, നമുക്ക് വിശ്വാസമുണ്ട്, but we are not giving time to walk with God. നമുക്ക് വിശ്വാസമുണ്ട്, പക്ഷെ നമ്മൾ ദൈവത്തോടൊപ്പം നടക്കുവാൻ നമുക്ക് സമയമില്ല. See, in the times of Noah, God said, "I'm going to pour rain in this earth and to destroy all the mankind." നോഹയുടെ സമയത്ത് ദൈവം നോഹയോട് പറയുകയാണ്, "ഇനി ഭൂമിയിലേക്ക് മഴ അയച്ചു ഈ ഭൂമിയെ നശിപ്പിക്കും." The word says, "The things not yet seen by Noah." അതായത് നോഹ അതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കാര്യത്തെയാണ് ദൈവം പറയുന്നത്. See, nowadays we know over the 2000 years we are preaching Jesus is coming soon. അതായത് ഈ കഴിഞ്ഞ 2000 വർഷമായിട്ട് ഇന്നും പ്രസംഗിക്കുന്ന ഒരു കാര്യമുണ്ട്, യേശു കർത്താവ് വീണ്ടും വരും. Still,
The churches, we cannot believe he's going to come or not. ഇന്ന് സഭയിലുള്ള പലരും യേശു കർത്താവ് വീണ്ടും വരും എന്നതിനെ കുറിച്ച് പലരും വിശ്വസിക്കുന്നില്ല. Still, we are thinking we have time. ഇന്ന് നമ്മൾ വിശ്വസിക്കുന്നതാണ് ഇനിയും സമയമെടുക്കും. Over the 2000 years, he not come. ഈ 2000 വർഷം യേശു കർത്താവ് വന്നില്ലല്ലോ. So still, he never come. അല്ലെങ്കിൽ ഇനി കർത്താവ് വരത്തില്ല. But Noah was believed what not had seen. The God said he believed on God. നോഹ കണ്ടതിനല്ല കാണാത്ത കാര്യത്തെ ദൈവം പറഞ്ഞ് അതുപോലെ വിശ്വസിക്കുകയായി. See, as a children of God, let me tell you what God has spoken, it will come to pass one day. ദൈവമക്കളെ നമ്മൾ ദൈവം എന്ത് പറഞ്ഞിട്ടുണ്ടോ അത് നടക്കത്തന്നെ ചെയ്യും. എന്നാൽ പറഞ്ഞത് മനുഷ്യരല്ല, ദൈവമാണ്. ദൈവത്തിന്റെ വചനങ്ങൾ അത് നിവർത്തീകരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ അത് സംഭവിച്ചില്ലേ നിങ്ങൾ ചിലപ്പോൾ വിഷമിക്കുകയോ അല്ലെങ്കിൽ അതിനുവേണ്ടി കാത്തിരിക്കുകയോ ചെയ്യുമെങ്കിൽ ഞാൻ പറയട്ടെ, എന്തുകൊണ്ട് താമസം? എന്തുകൊണ്ട് ദൈവം ആ വാഗ്ദാനം നമ്മുടെ ജീവിതത്തിൽ താമസിക്കുന്നത്? നാം നന്നാകണം, നാം വിശ്വാസത്തിൽ വളരണം, ആ വസനത്തെ നാം മുറുകെ പിടിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമുക്ക് എന്തില്ല? വിശ്വാസമുണ്ട്, എന്നാൽ ആ വിശ്വാസം പ്രവർത്തിക്കലോ നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ല. നോവ കാണാത്ത കാര്യത്തെ വിശ്വസിച്ച് ദൈവം പറഞ്ഞപ്പോൾ നമ്മൾ വിശ്വസിക്കണം. കർത്താവ് 2000 വർഷമായി വരുമെന്ന്, തീർച്ചയായിട്ടും വരും. അവന്റെ വിശുദ്ധ സഭയെ എടുക്കുവാൻ കർത്താവ് വരും. ബട്ട് ആ വിശുദ്ധ സഭ എന്ന് പറയുമ്പോൾ നിങ്ങൾ നാണ് മാത്രം. നമ്മൾ വിശുദ്ധിയാണ് ജീവിക്കുന്നതെന്ന് ഓർക്കണം. നാം എത്ര നാൾ ഈ ഭൂമിയിൽ ജീവിക്കുമെന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷെ ജീവിക്കുന്ന ആൾ വിശുദ്ധിയും വേറുപാടിലും ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ദൈവമേതെങ്കിൽ നിങ്ങൾ വിശുദ്ധിയും വേറുപാടിലും ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. God is going to come soon. Because all the happenings in the earth, it shows God's promise is going to happen soon. See, in the apostles' time, the Peter and Paul says there is no seconds. God is going to come soon. അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ പത്രോസും പൗലോസും എല്ലാം പ്രസംഗിച്ചത് യേശു വേഗം വരാൻ പോകുന്നത് തന്നെയാണ് അവർ പ്രസംഗിച്ചത്. സമയമില്ല, പ്രസംഗിച്ചില്ല. ഇനി സമയമില്ല, സെക്കൻഡ്സ്, നൊടികൾ മാത്രമേ ഉള്ളൂ. കർത്താവ് വരാൻ പോകും. അതുകൊണ്ട് കാണുമ്പോഴൊക്കെ അവർ പറഞ്ഞൊരു വാക്കുണ്ട്, മാറനാഥ. ആ വിഷയം മാറനാഥ, കർത്താവ് വരാൻ പോണ്, ഒരുങ്ങിക്കോ, കർത്താവ് വരാൻ പോണ്, ഒരുങ്ങിക്കോ. പക്ഷെ നമുക്ക് ഇപ്പൊ എന്താണ്, നമ്മൾ എപ്പോ വീട് വെക്കും? ഇനി ഇതിന്റെ കടമ്പാട് എപ്പോ മാറും? നമുക്ക് ഇനി മുമ്പോട്ട് പോകണമെങ്കിൽ അടുത്ത കടം നമുക്ക് എങ്ങനെ മേടിക്കാം? ഇതിനെക്കുറിച്ചുള്ള ചിന്തയാണ്. പക്ഷേ ആസ് എ ചൈൽഡ് ഓഫ് ഗോഡ്, വി ഷുഡ് റെഡി ടു മീറ്റ് ദ ലോർഡ്. Because we are living in the end times. We are very, very in the end times. I don't know God is going to come any time. Not only we should prepare on Sunday, we should ready any time. While sleeping also, you should pray like this. Lord, I should hear the trumpet sound. I should ready to meet you. You should pray like that. We should pray like that. Because we are living in the end times. And also God is expecting we should walk with God. We can do that. We can walk with God. Because God is living in us. You are living in us. If God is living in us, we can always 24 hours we can communicate with Him. Because that the word says you are born of God. That the word says you are born of God. Not by any man or woman. You are born of God.
because God has taken you. ദൈവമാണ് എന്നെ നടത്തുന്നത്. When He called you, let me tell you, He is faithful to lead us everything good for us. എല്ലാം നമ്മുടെ ജീവിതത്തിൽ നന്മയായി ചെയ്തു തരുവാനാണ് ദൈവം ആഗ്രഹിച്ചു. അതിനായി ദൈവം നമ്മളെ വിളിക്കുകയാണ്. But God is expecting you should walk with Him. എന്നാൽ നമ്മൾ അവനോടൊപ്പം നടന്നാൽ മാത്രമേ ദൈവത്തിന് അത് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. Because if you have faith, you have a fellowship with God, you can walk with Him. നമുക്ക് ഒരു വിശ്വാസവും അവനോടൊപ്പം നടക്കുവാൻ കഴിയുമെങ്കിൽ മാത്രമേ You can walk with Him. See, if you have a faith, വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവമായിട്ടുള്ള ബന്ധമുണ്ടാകും. എന്നാൽ അവിടെ പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയും. അങ്ങനെ പൂർണ്ണമായി വിശ്വസിച്ചാൽ മാത്രമേ ദൈവത്തോട് കൂടെ നമുക്ക് നടക്കുവാൻ കഴിയും. ഞാൻ പറയട്ടെ, നമ്മളുടെ കർത്താവ് ഒരു കാമുകയല്ല, നമ്മുടെ പിതാവാണ്, നമ്മളുടെ ഉറ്റ സ്നേഹിതനാണ്. അവന്റെ അടുക്കൽ നമുക്ക് സമയം ചെലവഴിക്കാൻ കഴിയുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ആ ബന്ധത്തിൽ നിങ്ങൾ വരുമെങ്കിൽ ഞാൻ പറയട്ടെ, ഉറ്റ സംഗതിയായി നിങ്ങൾ ദൈവത്തെ കാണുമെങ്കിൽ, അല്ലെങ്കിൽ ഉറ്റ എന്റെ പിതാവാണ്, എന്റെ തകപ്പനാണ് എന്ന് കാണുമെങ്കിൽ ഞാൻ പറയട്ടെ, ആ ദൈവസന്നിധിയിൽ നിങ്ങൾ സമയം ചെലവഴിക്കുന്നത് ഒരിക്കലും വൃഥാവാകത്തില്ല. അത് പ്രയോജനപ്പെടും. യാക്കോബ് എന്ത് ചെയ്ത്? അവൻ രാത്രി മുഴുവൻ ദൈവത്തോട് അവൻ എന്ത് ചെയ്തു? മൽപ്പിടുത്തം പിടിച്ച് അവൻ ചോദിച്ച ഒറ്റ ചോദ്യം എന്താണ്? ദൈവം എന്നെ അനുഗ്രഹിക്കണം, എന്നെ അനുഗ്രഹിക്കാതെ എനിക്ക് പോകരുത്, കടന്നു പോകരുത്. കർത്താവ് പറഞ്ഞ്, രാവിലെയായി എന്നെ വീട് ഞാൻ പോകണം, വിട്ട ഇല്ല. ദൈവത്തോട് അവൻ ചോദിച്ചു, അവൻ മല്ല് പിടിച്ച് ദൈവത്തെ പ്രാപിച്ച് അവൻ യാക്കോബല്ല ഇസ്രായേലിന് പേര് പ്രാപിപ്പാനിടയായി. ഇന്നും ഇസ്രായേൽ ഉണ്ട്, ദേശമുണ്ട്. ആ ദേശം ഇന്നും നമുക്ക് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞത്, ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നതാണ് ഒരു ജീവിതം. നമുക്ക് ദൈവ പൈതലാണ്, നാം ദൈവത്തോട് സംസാരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. പക്ഷെ നമുക്ക് എന്തില്ല? സമയങ്ങളില്ല. ദൈവത്തോട് ചെലവഴിക്കാൻ നമുക്ക് സമയമില്ല. നമുക്ക് ഒത്തിരി ജോലികളുണ്ട്. നമ്മൾ അതിന് കൊടുക്കുന്ന പ്രാധാന്യം ദൈവത്തിന് കൊടുക്കുന്നില്ല. ഇവിടെ വചനം പറഞ്ഞത്, നോഹ എന്ത് ചെയ്ത്? കാണാത്ത കാര്യം കർത്താവ് പറഞ്ഞപ്പോൾ അവൻ അത് വിശ്വസിച്ച് പെട്ടകം പണിത്. 1 വർഷമല്ല 2 വർഷം, 120 വർഷം വിശ്വസ്തയോട് അവൻ പണിത്. അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്ത്? അവന്റെ കുടുംബം രക്ഷപ്രാപിപ്പാൻ ഇടയായി. നമ്മുടെ വിശ്വാസം എന്താണ്? കിട്ടുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്, വിശ്വാസമുണ്ട്. പക്ഷെ കിട്ടാതെ കുറിച്ച് നമുക്ക് എന്തില്ല? ഇപ്പോഴും നമുക്ക് വിശ്വാസമില്ല. അത് നമ്മൾ ഓരോരുത്തരും വിശ്വാസത്തിൽ വളർന്നു. വിശ്വാസം വളരണമെങ്കിൽ നാം എന്ത് ചെയ്യണം? വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് മാത്രമല്ല, അത് പ്രാവർത്തികമാക്കണം, അത് ആക്ഷനിൽ കൊണ്ടുവരണം. അത് നമ്മൾ ചെയ്തേ മതിയാകും. നമ്മുടെ ജീവിതത്തിൽ വചനങ്ങൾ വായിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥന സമയങ്ങൾ നമ്മൾ അധികരിക്കുകയും ചെയ്യുമ്പോൾ നാം ദൈവത്തോടു കൂടെ നടക്കുവാൻ കഴിയും. ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ പൂർത്തിയാക്കാൻ കഴിയും. ദൈവം നമ്മളെ കൊണ്ട് ഈ ഭൂമിയിൽ എന്ത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ അത് ചെയ്യുവാൻ ദൈവത്തിന് കഴിയും.